എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം എത്തിയിട്ടോ. അതിരാവിലെ അലാറം വെച്ച് എണീറ്റ് കുളിച്ച് ശുദ്ധിയായി പിന്നെ അന്നത്തെ ദിവസത്തെ പാചകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ. തലേ ദിവസം കുതിർത്ത് വെച്ച ധാന്യങ്ങളും മുറിച്ച് വെച്ച പച്ചക്കറികളും ഒക്കെ പാചകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം തുടങ്ങുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ആദ്യത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് നിവേദ്യമായിട്ട് വെക്കുന്ന അപ്പം ഉണ്ടാക്കി വെക്കുക എന്നാണ്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റായിട്ട് മാറ്റി വെക്കും കേട്ടോ. തലേന്ന് റെഡിയാക്കി വെച്ച കൂട്ടുകളും മാവുകളും ഒക്കെ നമ്മൾ ഈ പൂജയുടെ ദിവസം പാചകം ചെയ്തിട്ടാണ് നിവേദ്യമായിട്ട് വെക്കുക. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് സമയം ആകുമ്പോഴേക്കും ചെറിയച്ഛന്മാരും ചെറിയമ്മമാരും കസിൻസും ഒക്കെ വരാൻ തുടങ്ങിയിട്ടോ. എല്ലാവരും വന്നപാടെ ഓരോരോ ജോലികളായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ വീട് ഗണപതി ഭഗവാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൊട്ട കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ പ്ലാവില കൊണ്ടുണ്ടാക്കിയ കൂട്ടിൽ ഇഡ്ഡലി മാവ് ഒഴിച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊട്ടോ. അതിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കൊങ്ങിണികളുടെ ഇഷ്ടവിഭവമാണ്. ഭഗവാന്റെ വിഗ്രഹം അകത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ നിവേദ്യത്തിനുള്ള ചോറ് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഭഗവാനെ അകത്തേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ആദ്യം വിളക്ക് കത്തിച്ച് പിന്നെ ഈ മൂടിയിരിക്കുന്ന പട്ടുവസ്ത്രം തുറന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഗണപതി. എനിക്ക് ഇത് തുറന്ന പാടെ ആദ്യം തോന്നിയത് ഇതൊരു ചെറിയ കുട്ടിയാണെന്നാണ് കേട്ടോ. നല്ല ഐശ്വര്യമുള്ള നല്ല പാവം പോലെയുള്ള മുഖമാണ്. ഇനി ഒരു കുറിയൊക്കെ വരച്ചു കൊടുക്കും. പിന്നെ ഒരു ഷോളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഭഗവാന് വേണ്ടിയിട്ട്. ഇത്തവണ വാങ്ങിയത് മഞ്ഞ കളർ ഷോളാണ്. അങ്ങനെ പുതിയ ഷോളൊക്കെ ഇട്ട് നമ്മുടെ ഗണപതി റെഡി ആയിട്ടോ. ഇനി ആരതി ഒഴിഞ്ഞുകൊണ്ട് ഭഗവാനെ അകത്തേക്ക് സ്വാഗതം ചെയ്യും. വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോൾ ഇതൊക്കെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്നല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ അകത്തേക്ക് സ്വാഗതം ചെയ്യുമ്പോഴും പിന്നെ അവസാനം പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. നമ്മുടെ ഒരു സ്വന്തം ആളെന്ന പോലെയാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുക. എൻ്റെ അമ്മയും ചെറിയമ്മയും ചേർന്നാണ് ഭഗവാനെ ആരതി ഒഴിയുന്നത്. ഈ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഈ കുങ്കുമം വെള്ളം കൊണ്ടാണ് നമ്മൾ ആരതി ഒഴിയുക. ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ അകത്തേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഓരോ വർഷവും ഓരോരുത്തരാണ് വിളക്ക് പിടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വർഷം ഞാനായിരുന്നു വിളക്ക് പിടിച്ചത്. അതുപോലെ തന്നെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യമാർ ആ വർഷം വിളക്ക് പിടിച്ച് അകത്തേക്ക് വന്നു. ഇത്തവണ നമ്മുടെ ചെറിയമ്മയാണ് കേട്ടോ വിളക്കെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നത്. ഭഗവാനെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞിനെ പോലെ തോന്നുകയാണ് കേട്ടോ. ഈ ഒരു മണ്ഡപം ഞങ്ങൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചതാണെങ്കിലും അതിനൊരു പൂർണ്ണത വന്നത് ഇപ്പോൾ ഭഗവാനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴാണ് കേട്ടോ. നമുക്കത് എത്ര കണ്ടാലും മതി വരില്ല. ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു കുളിർമയും സമാധാനമൊക്കെ തോന്നും. ഭഗവാനെ ഇവിടെ ഇരുത്തിയ പാടെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നിവേദ്യത്തിനായി ഉണ്ടാക്കിയ ചോറ് ഇവിടെ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ അണിയിക്കുന്നത് കേട്ടോ. എല്ലാവരും ഓരോരോ ജോലികളിൽ ബിസിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് വറുക്കാനും പൊരിക്കാനുമുള്ള പച്ചക്കറികൾ മുറിക്കുകയും പിന്നെ അതിലേക്ക് ഈ മുളക് പൊടി, ഉപ്പ്, കായം ഇതൊക്കെ തേച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് പത്രോട കേട്ടോ.
ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ ചേമ്പില കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവമാണ് പത്രോടോ. പരിപ്പും അരിയും മുളകും പുളിയും കായവും ഒക്കെ കൃത്യമായ അളവിൽ ഇട്ട് അരച്ചെടുത്തിട്ടാണ് പത്രോടൊക്കെയുള്ള മസാല റെഡിയാക്കുന്നത്. അതൊക്കെ എപ്പോഴും ചെയ്യുന്നത് അമ്മമാരാണ് കേട്ടോ. പിന്നെ ഇതിനുള്ള ചേമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ആ ഒരു സമയമാകുമ്പോൾ എവിടുന്നെങ്കിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഒരു ചെറിയമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇത്തവണ വരാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ അവരെ വീട്ടിൽ നിന്ന് അനിയൻ്റെ കൈവശം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുക്കളയിലും നമ്മൾ ബിസിയാണ്. വറുക്കാനും പൊരിക്കാനുമുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പിന്നെ വന്നവരെല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും നമ്മൾ മുല്ലപ്പൂവും കുങ്കുമവും ഒക്കെ കൊടുത്തിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അടുക്കളയിൽ എല്ലാവരും ബിസിയാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാവരും ഓരോരോ ജോലികളിലായി വീതിച്ചെടുത്ത് ചെയ്യുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള അവസരങ്ങളിലാണ് എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ പത്രോട ഇവിടെ റെഡിയായി. പിന്നെ ഒരു വശത്ത് പായസവും റെഡിയായി വരുന്നു. പാൽപ്പായസമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പായസത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ബദാമും ഒക്കെ നമ്മൾ തലേദിവസം തന്നെ വറുത്തെടുത്ത് വയ്ക്കും, കട്ട് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനിടയ്ക്ക് കുറേ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന വിഭവമാണ് പത്തോളി, അതായത് ഇലയട. ഈ മഞ്ഞളുടെ ഇലയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ തൊടിയിൽ തന്നെ ഇഷ്ടംപോലെ മഞ്ഞളുടെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഈ കുതിർത്ത് വെച്ച പച്ചരിയും തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്ത്, കട്ടിയിലാണ് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഈ നീർദോശയുടെ ഒക്കെ മാവ് തന്നെയാണ്, പക്ഷെ കട്ടിയിൽ അരച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് നമ്മുടെ ശർക്കര കൊണ്ടുണ്ടാക്കിയ കൂട്ട് അതും വെച്ച് പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കും കേട്ടോ. വീട്ടിനകത്താണെങ്കിൽ ഭഗവാനെ കാണാനായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന വാഴക്കൊല കണ്ടോ, അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന നമ്മുടെ ഒരു അടുത്ത ബന്ധുവാണ്, അവർ കൊണ്ടുതന്നെയാണ്. വെറ്റില കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ്, വെറ്റിലയും ജമന്തിപ്പൂവും വെച്ചിട്ടുള്ള മാല. നല്ല രസമുണ്ടല്ലേ കാണാൻ. അവരെ കുറേ നേരത്തെ അധ്വാനമാണ് കേട്ടോ. ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഭഗവാനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കുന്ന പോലെ നാളികേരവും പഴവും പിന്നെ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ഒരു തട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ് അത് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്കുള്ള പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത്. എല്ലാവരും അവരവർക്ക് കഴിയുന്ന എല്ലാ ജോലികളും ചെയ്യും. ഇനി നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ട് കളിച്ച് ചിരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നമ്മൾ പുറത്ത് കാറ്ററിങ്ങിന് കൊടുത്താൽ കിട്ടൂല കേട്ടോ. പിന്നെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ഭജനകളൊക്കെ പാടുവാണ് കേട്ടോ. ഈ ഭജനകളും കീർത്തനങ്ങളും ഒക്കെ നമ്മുടെ വീടിന് നല്ല പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ ഭഗവാന് നൈവേദ്യം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും റെഡിയായിട്ടോ, എല്ലാ വിഭവങ്ങളും റെഡിയായി. ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. ഇത്രയൊക്കെ വിഭവങ്ങൾ ഞങ്ങൾ ഇത്ര ആൾക്കാർ കൂടിയിട്ട് ഈ 2 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങൾ കൊങ്ങിണികളുടെ ഭക്ഷണ രീതി ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ നിന്നും വ്യത്യസ്തമാണ് കേട്ടോ. ഞങ്ങൾ ഈ പൂജാ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഞങ്ങളുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താറില്ല. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധിയായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് വർജിക്കുന്നത്. ഇപ്പോൾ പൂജയ്ക്കുള്ള സമയമായിട്ടോ.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഭഗവാന്റെ അടുത്ത് വന്ന് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും നേരം ജോലിയിലായിരുന്നേ. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഓരോ ജോലികളിലായിരുന്നു. അപ്പോഴേക്കും നിവേദ്യത്തിനുള്ള ഓരോ സാധനങ്ങൾ ഞങ്ങളിവിടെ പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ. സ്ഥലപരിമിതിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ നിവേദ്യത്തിനുള്ള ഭക്ഷണം ഞങ്ങൾ ആദ്യം തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വിളമ്പാനുള്ളത് എടുത്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ എൻ്റെ ഒരു അനുഭവം എന്താണെന്നറിയോ, നമുക്ക് ഈ തലേ ദിവസം വരെ കിട്ടാത്ത പല സാധനങ്ങളും, മീൻസ് തീരെ നാട്ടിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പല സാധനവും ആ സമയമാകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും കേട്ടോ. ആരെങ്കിലും ആയിട്ട് കൊണ്ടുതരും. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഓരോ വിഭവത്തിലും എല്ലാവരുടെ കയ്യുണ്ട്, അതായത് നമ്മളെ അറിയുന്ന ആൾക്കാരുടെ ഒക്കെ. ഇപ്പോൾ പൂജ തുടങ്ങി കേട്ടോ. ഉച്ചക്കത്തെ പൂജയാണ്. ശ്രേയസ് ആണെങ്കിൽ ശംഖ് വായിക്കുകയാണ്. ശ്രേയസിന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണ പൂജ ഉണ്ടാകുമ്പോഴും ശ്രേയസ് ശംഖ് വായിക്കാറുണ്ട്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രസാദം വാങ്ങി വീട്ടിലേക്ക് പോയിട്ടോ. ഇനി ഉള്ള ജോലി എന്ന് വെച്ചാൽ ഈ ഭക്ഷണമൊക്കെ, ബാക്കി വന്ന ഭക്ഷണമൊക്കെ ചൂടാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയമ്മമാരും എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് വെച്ചു. ഉച്ചഭക്ഷണം കഴിയുമ്പോൾ തന്നെ ഏകദേശം 5:30 കഴിഞ്ഞു കേട്ടോ. ഈ അതായത് ചൂടാക്കി വെച്ച് ആ ഒരു ഒക്കെ കഴിയുമ്പോൾ 6:30 കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ ഫ്രഷ് ആവാൻ പോയത്. ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ടിലുണ്ടാവും, ആൾക്കാർ വരുമ്പോൾ സ്വീകരിക്കാനും. ഈ ഉച്ചയ്ക്ക് വരാത്ത ആൾക്കാരൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. പിന്നെ രാത്രി പൂജയ്ക്ക് ആയിട്ടുള്ള ഉച്ചയ്ക്ക് വരാത്ത ആൾക്കാരൊക്കെ വരും. മീൻസ് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വൈകുന്നേരമായിരിക്കും പലരും വന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഭജനകൾ അറിയുന്നവരൊക്കെ ഭജന പാടും കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ രംഗപൂജ ഉണ്ട്. രംഗപൂജ എന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ വാഴയില 21 വാഴയില വെച്ചിട്ട് അതിന് മുകളിൽ അവിലും മലരും കൂടി കുഴച്ച് വെച്ച് അതിന് മുകളിൽ 2 തേങ്ങാമുറിയും പിന്നെ പൂവും വീട്ടിലുണ്ടാക്കിയ അപ്പവും ഒരു കോയിനും ഒരു പഴവും ഒക്കെ വെച്ച് കരിമ്പും ഇതൊക്കെ ഗണപതി ഭഗവാന്റെ മുഖത്തിനെ സങ്കല്പിച്ചിട്ട് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. ഇങ്ങനെ പൂജ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു പോസിറ്റിവിറ്റിയും ഐശ്വര്യമൊക്കെ വരും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നിവേദ്യം ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ 2 ആൾക്കാർ 2 സൈഡിൽ നിന്ന് ഒരു ഒരു കർട്ടൻ പോലെ പിടിച്ചിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് പൂജ ചെയ്യും. പിന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ അണച്ചിട്ട് ആണ് പിന്നെ പൂജ തുടങ്ങിയത് കേട്ടോ. ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് കാണാനും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഇരുട്ട് സമയത്ത് ഇത് മാത്രമായിട്ട്, വിളക്കിൻ്റെ വെളിച്ചം മാത്രമായിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് വിസർജനത്തിനുള്ള സമയമായിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ രാവിലെ ഭഗവാനെ സ്വീകരിക്കുന്ന സമയത്ത് ഒരു വെള്ളിത്തട്ടിൽ കുങ്കുമത്തിൻ്റെ വെള്ളം കൊണ്ട് ഭഗവാനെ ആരതി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതേ തട്ടിൽ നമ്മൾ വീണ്ടും കുങ്കുമത്തിൻ്റെ വെള്ളം എടുത്തിട്ട് അത് നിലത്ത് വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നോക്കിയിട്ട് ഭഗവാന്റെ പ്രതിബിംബം അതിൽ കാണും. അതിനെ നോക്കിയിട്ട് നമ്മൾ നമസ്കരിക്കും. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഭഗവാനോട് പറയാം. അങ്ങനെ ഈ വിസർജനത്തിനുള്ള സമയമായി. അപ്പോൾ മൂത്ത ചേട്ടനാണ് ഭഗവാനെ എടുക്കുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരാൾ പുറത്തേക്ക് കുറേ കാലത്തേക്ക് പോകുന്ന ആ ഒരു സങ്കടമാണ് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ വീട്ടിന് മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ ഭഗവാനെ ഇടുന്നത് കേട്ടോ.
രാവിലെ ഭഗവാനെ അകത്തേക്ക് സ്വീകരിക്കുമ്പോഴും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ എനിക്ക് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള അനുഭവങ്ങളാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി വിസിറ്റ് ചെയ്യും പ്രാർത്ഥിക്കുന്നല്ലാണ്ട് ഇങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ടാങ്കാണ് കേട്ടോ. ഇതിനെ ഈ താൽക്കാലികമായിട്ട് ഇതിൽ വെള്ളം നിറച്ച് പിന്നെ ഇതിലേക്ക് ഇതിനെ ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആ വലിയ സൗണ്ട് ശ്രേയസിനെയാണ് കേട്ടോ. ശ്രേയസിന് ഇതൊക്കെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഉത്സാഹമാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഭഗവാനെ നേരത്തെ അണിയിപ്പിച്ച ഷാൾ ഉണ്ടല്ലോ അതിങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. അത് കയ്യിൽ കിട്ടുന്ന ആളിന് അത് സ്വന്തമാണ് കേട്ടോ. എനിക്കൊരു 2 കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് വേറെ 2 ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു മൊമെൻറ്റിൽ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ, വീട്ടിലിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തരുടെ കണ്ണിലും ചെറുതായിട്ട് ആ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. അവസാനമായിട്ട് ഒരു ആരതിയും കൂടി ചെയ്തിട്ടാണ് ഭഗവാനെ യാത്രയാക്കുന്നത്. ഗണപതി ബപ്പ മോരിയ, മംഗളമൂർത്തി മോരിയ, ഗണപതി ബപ്പ മോരിയ, മംഗളമൂർത്തി മോരിയ, ഗണപതി ബപ്പ മോരിയ, ഗണപതി ബപ്പ മോരിയ, മംഗളമൂർത്തി മോരിയ, ഗണപതി ബപ്പ മോരിയ. ഉത്സവർഷേ. അങ്ങനെ അത് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ആവാനുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പല ഷോർട്സ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. കഷ്ണമുള്ള കുറേ വീഡിയോസ് യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു വലിയ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ ലൈവ് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച ഭാഷ മലയാളം. എൻ്റെ സ്ലാങ് വ്യത്യാസം ഉണ്ടാവും, എൻ്റെ മാതൃഭാഷ മലയാളം അല്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും മീനിങ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും കുറേ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.